السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പത്രമാധ്യമങ്ങൾ ദിനം പ്രതി പരിശോധിക്കുകയാണ് എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ വാർത്തകളാണ് നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസത്തെയും വാർത്ത എടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഓരോ മനുഷ്യനെയും നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പ്രതിസന്ധികൾ ഓരോ ദിവസവും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രയാസങ്ങൾ ഉണ്ടാകാത്ത ആളുകൾ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അത് ഉണ്ടാകുമെന്നു തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. രണ്ടാം അധ്യായം സൂറത്തു ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ, പേടി കൊണ്ടും അതേപോലെ തന്നെ പട്ടിണി കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനനഷ്ടം കൊണ്ടും അതേപോലെ തന്നെ വിഭവനഷ്ടം കൊണ്ടും അതേപോലെ തന്നെ കൂടെയുള്ള ആളുകളുടെ വിയോഗങ്ങൾ അതല്ലെങ്കിൽ അത്തരം നഷ്ടങ്ങൾ കൊണ്ടുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്തിൽ സൂചിപ്പിച്ച പേടിയും അതേപോലെ തന്നെ വിശപ്പും അതേപോലെ തന്നെ ധനനഷ്ടവുമൊക്കെ ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളത്? എന്താണ് ഇതിനൊക്കെ പരിഹാരം? നമുക്കറിയാം, പരിഹാരങ്ങൾ തേടി ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ പരിഹാരങ്ങൾ തേടി ഓടുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്ന തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. ഭൗതികമായ പല സംഗതികളുടെയും പിന്നാലെ പോകുന്ന ആളുകൾ മനസ്സമാധാനത്തിനു വേണ്ടി
ഒരല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി അവനവന് നിർഭയത്വത്തോടുകൂടി അതല്ലെങ്കിൽ ഒരല്പസമയമെങ്കിലും ഒന്ന് മനസ്സിനൊന്ന് റിലാക്സ് കിട്ടുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, സംഗീതത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ന് സമൂഹത്തെ വെരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി, അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരല്പം മനസ്സമാധാനത്തിനു വേണ്ടി, ഒന്ന് സ്വസ്ഥതയോടുകൂടി കഴിയാൻ വേണ്ടി, ഒരു രാത്രിയെങ്കിലും സ്വസ്ഥതയോടുകൂടി കടന്നുറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടത്, ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. അതേപോലെ തന്നെ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ മനസ്സമാധാനത്തിനു വേണ്ടി അത്തരം മേഖലകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവനിഷേധികളിൽ പല ആളുകളും തിരിച്ചു വരുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ സ്വസ്ഥതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുക എന്നുള്ളത് അവൻ ആത്മീയമായ ഒരു ലോകത്തെ അല്ലെങ്കിൽ ആത്മീയതയുടെ ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതേസമയം തന്നെ തൻ്റെ ആത്മീയമായ രംഗങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളും സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. കപട ആത്മീയതയും പറഞ്ഞുകൊണ്ട് ആളുകളെ തൻ്റെ മനസ്സമാധാനത്തെ അല്ലെങ്കിൽ ഒരല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ആത്മീയ മേഖലകളിലേക്ക് തിരിയുന്ന ആളുകളെ അവിടെ പോലും കബളിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും തൻ്റെ വിശ്വാസം അക്രമമായി കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അത്തരം ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ച ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ തൻ്റെ ഈമാൻ അത് ദുൽമുമായിട്ട് അക്രമമായി കൂട്ടിക്കലർത്താത്ത ആളുകൾ, അവർ നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ മഹാന്മാരായ സഹാബികൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്. മഹാനായ സഹാബി പറയുന്നുണ്ട്, ലമ്മാ നസലത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈ ആയത്ത് ഇറങ്ങിയുമ്പോൾ ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുനാ ലം യദ്ലിം, പ്രവാചകരെ, അക്രമം പ്രവർത്തിക്കാത്തവർ ഞങ്ങളിൽ ആരാണുള്ളത്? ഞങ്ങളിൽ ആരാക്രമം പ്രവർത്തിക്കാത്തവരുള്ളത്? അതുകൊണ്ട് വിശ്വാസം അക്രമമായി കൂട്ടിക്കലർത്തരുത് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അത് മഹാ അക്രമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതായത് വിശ്വാസത്തിൽ അക്രമം കലർന്നവർ അവർ പരലോകത്ത് ശാശ്വത നരകത്തിലായിരിക്കുമെന്നുള്ളതാണ്. ഏതാണ് അക്രമം? അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ശിർക്ക് എന്നുള്ള ആ അക്രമം അത് തൻ്റെ വിശ്വാസത്തിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ പരലോക ജീവിതം നരകത്തിലായിരിക്കുമെന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആൾ ദൈവങ്ങളിലേക്കോ തങ്ങന്മാരിലേക്കോ മക്ബറുകളിലേക്കോ അത്തരം പുണ്യകേന്ദ്രങ്ങളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അത്തരം സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അത്തരം മരിച്ചു കിടക്കുന്ന മണ്ണിനടിയിലുള്ള ആളുകൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയി കഴിഞ്ഞാൽ അത് അവൻ്റെ അത്തരം ആത്മീയ രംഗങ്ങൾ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇത്തരം ജനങ്ങളെ കൊണ്ടുപോകുന്നതിലൂടെ അതൊരു ശാശ്വത സമാധാനത്തിലോ നിർഭയത്വമുള്ള ഒരു ജീവിതത്തിലോ എത്തിപ്പെടുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നേരെ മറിച്ച് അവന് നിഷിദ്ധമാകുന്നത് ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്താണ്. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, മരിച്ചുപോയ ആളുകളോട് സഹായം തേടിക്കൊണ്ടോ അതല്ലെങ്കിൽ അവർ ചെയ്തു തരുമെന്ന വിശ്വാസത്തോടു കൂടിയോ അങ്ങനെ ഏതെങ്കിലും ആൾ ദൈവങ്ങളിലേക്കോ പുണ്യം കൽപ്പിക്കപ്പെടുന്ന ആളുകളിലേക്കോ തിരിയുന്നുണ്ട് എങ്കിൽ, അത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ഒരു നിലക്കുമുള്ള ശിർക്ക് അത് കലരാൻ പാടില്ല. അത്തരം ജീവിതം നയിക്കുകയാണ് എങ്കിൽ നിർഭയത്വം എന്നുള്ളത് അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം അത് മുറുകെ പിടിച്ചവർക്കു മാത്രമാണ് ഇരു ലോകത്തും നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുക. ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും നിർഭയത്വത്തോടുകൂടിയുള്ള ഒരു ജീവിതം കൊതിക്കുന്നുണ്ട് എങ്കിൽ തൻ്റെ വിശ്വാസം അത് കറകളഞ്ഞതായിരിക്കണമെന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ആ വിശ്വാസം ആരെയും കണ്ട് കൂടെ കൂട്ടേണ്ട ഒന്നല്ല, ആരുടെയെങ്കിലും വിശ്വാസം കണ്ട് സ്വീകരിക്കേണ്ട ഒന്നല്ല. നേരെ മറിച്ച് അതെങ്ങനെ സ്വീകരിക്കണം? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലാ യുഖല്ലിദന്ന അഹദുകും ദീനഹു അഹദൻ ഇൻ ആമന വ ഇൻ കഫറ കഫറ. അവൻ വിശ്വസിച്ചാൽ ഞാനും വിശ്വസിച്ചു, അവൻ അവിശ്വസിച്ചാൽ ഞാനും അവിശ്വസിച്ചു എന്ന രൂപത്തിൽ നിങ്ങളിൽ ഒരാളും ദീന് മറ്റൊരാളെ കണ്ട് അംഗീകരിക്കേണ്ടതല്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ കുൻതും ലാ ബുദ്ദ മുഖ്തദീന ഫഖ്തദു ബിൽ മയ്യിതി. അതായത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുൻഗാമികൾ, സലഫുകൾ, അവരെയാണ് നിങ്ങൾ അനുകരിക്കുകയാണ് എങ്കിൽ അനുകരിക്കേണ്ടത്. അവരേതു മാർഗം സ്വീകരിച്ചു പോന്നിട്ടുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളുകൾ അവരേതു മാർഗം പിൻപറ്റിയിട്ടുണ്ടോ ആ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ട് കൂടെ കൂടേണ്ടവരല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ പിഴച്ചവർക്ക് ഒരിക്കലും നിർഭയത്വമെന്നുള്ളത് അത് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ, അവർ ആ നാട്ടിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിർഭയത്വം അവർക്ക് നൽകിയേനെ എന്ന് വിശുദ്ധ ഖുർആൻ പല സംഭവങ്ങൾ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തു അഅറാഫ് അതിലെ 96, 97, 98 വചനങ്ങളിൽ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ നാട്ടിലുള്ള ആളുകൾ അവർ വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബു, പക്ഷേ അവർ അവിശ്വസിച്ചു, അവർ നിഷേധിച്ചു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ, അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവർ വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇരു ലോകത്തും, അതായത് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നുമുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുമായിരുന്നു എന്ന്, തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെ മാനദണ്ഡം വെച്ചത് എന്താണ്? വിശ്വസിക്കണമെന്നുള്ളതാണ്. വിശ്വാസം ക്ലിയറാകണം എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വിശ്വാസം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിശ്വാസം കാരണത്താൽ എന്താണ് ഉണ്ടാകുന്നത്? എല്ലാ സമയത്തും നിർഭയത്വം നഷ്ടപ്പെട്ടവരായി മാറും. നമ്മുടെ വിശ്വാസത്തിൽ കളങ്കം സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൽ ദൗർബല്യം വന്നിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസം കൃത്യമല്ല എങ്കിൽ നിർഭയത്വം എന്നുള്ളത് ഏതു സമയത്തും നിനക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് പൂർവികന്മാരായ പ്രവാചകന്മാരുടെ ആ കാലഘട്ടത്തിലെ ആളുകളുടെ, ആ നാട്ടുകാരുടെ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ എന്ന്. രാത്രികളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ എന്ന് ആ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ നടന്ന പല സംഭവങ്ങളും എടുത്തൊന്ന് പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ ഇറക്കിയിട്ടുള്ളത് അധികവും രാത്രികാലങ്ങളിലാണ് എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന പല പരീക്ഷണങ്ങളും
നമുക്കനുഭവങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പലതും നമുക്കങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. രാത്രികാലങ്ങളിൽ നിർഭയത്വത്തോടുകൂടി ഉറങ്ങാൻ പോലും പ്രിയമുള്ളവരെ വിശ്വാസം ക്ലിയർ അല്ലാത്ത ആളുകൾക്ക് സാധ്യമാകുകയില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്തു നിർഭയത്വത്തോടുകൂടിയാണ് കിടന്നുറങ്ങുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവർ പകലിൽ കളിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയില്ല എന്ന് അവർ വിചാരിക്കുകയാണോ? അവർ നിർഭയത്വത്തോടുകൂടിയാണോ ജീവിക്കുന്നത് എന്ന് റബ്ബു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഫ അമിനു മക്റല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അല്ലാഹുവിൻ്റെ തന്ത്രത്തെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അല്ലാഹുവിൻ്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരായിരിക്കുകയില്ല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ വിശ്വാസം ക്ലിയറാണോ? അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതല്ല എങ്കിൽ ഏത് നിമിഷവും റബ്ബിൻ്റെ പരീക്ഷണം നിന്റെ ജീവിതത്തിൽ വന്നെത്തുമെന്നുള്ളതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. തീർന്നില്ല. ബനു ഇസ്രായേല്യരുടെ അവർക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടതും അവിശ്വാസം കാരണത്താലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വലൗ അന്ന അഹ്ലൽ കിതാബി ആമനു വത്തഖൗ ലകഫർനാ അലൈഹിം സയ്യിആതിഹിം വലഅദ്ഖൽനാഹും ജന്നാത്തിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട വേദക്കാരായിട്ടുള്ള ആളുകൾ, ആമനു അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ അതേപോലെ തന്നെ അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലകഫർനാ അൻഹും സയ്യിആതിഹിം അവരുടെ പാപങ്ങൾ നാം മായ്ച്ചു കളയുമായിരുന്നു. വലഅദ്ഖൽനാഹും ജന്നാത്തിൻ നഈം അതേപോലെ തന്നെ അനുഗ്രഹീതമായിട്ടുള്ള ആ സ്വർഗ്ഗത്തിൽ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീർന്നില്ല. വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ തൗറാത്തും ഇൻജീലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടുള്ള സന്ദേശങ്ങളും അവർ അതിൽ ആ മാർഗം നേരെ നിലനിർത്തുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് കാണാൻ കഴിയും. അവിടെയും ഒന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ നിബന്ധന എന്ന് പറയുന്നത് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഇവിടെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാമത്തത് കൃത്യമായ വിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ളത് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസം അത് കൃത്യമായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ യാതൊരു നിലക്കും പങ്കു ചേർക്കുക എന്നുള്ള ആ ശിർക്കൻ വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതേതു മേഖലകളിലാണെങ്കിലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചു മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതും അവിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവരെങ്ങനെയുള്ള ആളുകളായിരുന്നു? കാനത് ആമിനതൻ മുത്മഇന്ന, അവർ കൃത്യമായി വിശ്വസിച്ചിരുന്ന അതേപോലെ തന്നെ നിർഭയത്വത്തോടുകൂടി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഅതീഹിം റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ, അവർക്ക് സമൃദ്ധമായിട്ട് നാലാ ഭാഗത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണം നൽകി. അങ്ങനെ കൃത്യമായി കൊണ്ട് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയിരുന്നു. പക്ഷേ എന്താണുണ്ടായത്? ഫകഫറത് ബിഅൻഉമില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു. അവർ അത് പിന്നെ അതിന് നന്ദികേട് കാണിച്ചു. ആ അനുഗ്രഹങ്ങൾ അവർ നിഷേധിക്കാൻ തയ്യാറാകുന്ന സാഹചര്യമുണ്ടായി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പിന്റെയും അതേപോലെ തന്നെ പേടിയുടെയും ഉടുപ്പ് അവരെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ എടുത്തുമാറ്റി സമൃദ്ധമായ ഭക്ഷണം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുമാറ്റിക്കൊണ്ട് പട്ടിണി നൽകി എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ മനസ്സിലേക്ക് പേടിയിട്ട് കൊടുത്തു, ഭയമിട്ട് കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എന്തേ ഉണ്ടായത്? റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരുന്ന അനുഗ്രഹത്തിനോട് അത് നിഷേധിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ അവർ തയ്യാറായപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ആ സമൂഹത്തിനുണ്ടായി എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം അത് ശരിയല്ല എങ്കിൽ നിർഭയത്വത്തോടുകൂടിയുള്ള ഒരു ജീവിതം എന്നുള്ളത് വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് വിശ്വാസം അത് കറകളഞ്ഞതായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, വിശ്വാസം കൃത്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര തന്നെ ആളുകൾ തനിക്കെതിരെ തിരിഞ്ഞാലും നിർഭയത്വത്തോടുകൂടി മുന്നേറാൻ സഹാബാക്കൾക്ക് പ്രേരണ നൽകിയത് അതവരുടെ വിശ്വാസമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിങ്ങൾ സ്വഹാബികളോട് വന്നിട്ട് പറയാണ്, ആ നാട്ടിലുള്ള ആളുകൾ, അതായത് മക്കക്കാർ നിങ്ങൾക്കെതിരെ വലിയ സന്നാഹത്തെ ഒരുക്കുന്നുണ്ട് എന്ന് അവിടുന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മക്കക്കാർക്ക് വലിയ ക്ഷാമം നേരിടുകയും അവർക്ക് യുദ്ധത്തിന് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അവിടുന്ന് ഒരാളെ ശക്തം കിട്ടിയിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ വേണ്ടിയിട്ട് ആളയക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിമീങ്ങളോട് വലിയ ഒരു സന്നാഹം തയ്യാറാകുന്നുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അവിടുന്ന് എന്താ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ സ്വഹാബികളെ വന്ന് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കേണ്ടത്, അവരുടെ ഈമാൻ വർദ്ധിക്കേണ്ടത്, വിശ്വാസം വർദ്ധിച്ചു. എന്നിട്ട് വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനെന്ന് അവിടുന്ന് പറഞ്ഞു എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അതാണ് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ആരു തന്നെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയാലും മുസ്ലിം സമൂഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും പ്രിയമുള്ളവരെ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. 57-ാം അധ്യായം സൂറത്തു ഹദീദിലെ 22-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ ഈ ഭൂമിയിലോ നിനക്കോ അത് നടക്കുകയില്ല, അത് കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, എന്തെല്ലാം നടക്കുന്നുണ്ടോ, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് എന്നെ ഒന്നും ബാധിക്കുന്നില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതല്ലാതെ എന്നുള്ള ആ കൃത്യമായ വിശ്വാസം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ബാധിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ, ഏതേതു പ്രയാസങ്ങളുണ്ടോ അവിടെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതല്ലേ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അവിടെ വബശ്ശിരിസ് സ്വാബിരീൻ,
ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയെ അറിയിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഏതേതു പ്രയാസങ്ങൾ, എന്തെന്തു പ്രയാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആ ഒരു ബോധ്യമാണ് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പല ആളുകളും എപ്പോഴും ആശങ്കകളാണ്. മുസ്ലിമീങ്ങളെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങൾക്കെതിരെ ആളുകൾ തിരിയുന്ന സാഹചര്യം. സ്വന്തം നാട്ടിൽ പോലും അവനവന്റെ മതത്തിന്റെ ചിഹ്നങ്ങൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞ് നിരാശയുടെ സംസാരമല്ല പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഇസ്സത്തുള്ള ഒരു സമൂഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇസ്സത്ത് നൽകിയത്, സ്വഹാബാക്കൾക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമിലൂടെയാണ് എങ്കിൽ ആ ഇസ്സത്ത്, ആ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലാണ് നമുക്ക് ഇസ്സത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആശങ്കകളും നിരാശകളുടെ സംസാരങ്ങളും നടത്തി ഒരു മൂലയിൽ ഇരിക്കേണ്ടവരല്ല. കൃത്യമായി നമുക്ക് നമ്മുടെ ആദർശം മുഖത്തു നോക്കി പറയാനും നമ്മുടെ മതചിഹ്നങ്ങൾ ഇന്നതാണ് എന്നും അത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് എന്നും ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നും ആർജവത്തോടുകൂടി പറയാൻ പ്രിയമുള്ളവരെ, ഇസ്സത്തുള്ളവരായി നമ്മൾ മാറാൻ തയ്യാറാകണം. അങ്ങനെ സധൈര്യം ആളുകളുടെ മുമ്പിൽ പറയാൻ നമ്മൾ തയ്യാറാകണം. അത് വൈകിപ്പിക്കാനോ നീട്ടിവെക്കാനോ നമ്മൾ തുനിയരുത്. നോക്കൂ നിങ്ങൾ, പരീക്ഷണങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഇന്ന് മുൻനിലയും ഉണ്ടായതല്ല. അത് പ്രവാചകന്മാരുടെ കാലം മുതൽക്ക് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ സമൂഹത്തിൽ അന്നൊക്കെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും ഈ പ്രതിസന്ധികളിൽ നിന്ന് തിരിഞ്ഞോടിയവരല്ല, ഒളിച്ചോടിയവരല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ആശയം മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുകയും പരീക്ഷണങ്ങളിൽ എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. നാളെ ആഖിറത്തിലും അത് വലിയ മുതൽക്കൂട്ടായി അത് മാറുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉമ്മത്തിൽ പരീക്ഷണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതേപോലെ തന്നെ സക്കാത്തിന് ഞങ്ങൾ നൽകുകയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴികളിലൂടെ സഹാബാക്കൾ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ മുസ്ലിം നാമധാരികളായിട്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇന്ന് പല നിലക്കുമുള്ള മുസ്ലിം നാമധാരികളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാനിൻ്റെ പ്രഭ കെട്ടുപോയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. അതായത് ഒരു തരം നിരീശ്വരവാദത്തിലേക്ക്, എന്തിനതിൻ്റെ ആവശ്യം, നമ്മളെന്തിനത് എതിർക്കാൻ പോണ്, ഇങ്ങനെ ജീവിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരം ആളുകൾ ഇന്ന് മുസ്ലിം നാമധാരികളിൽ അല്ലെങ്കിൽ മുസ്ലിം ലേബലുകളിൽ അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് പാശ്ചാത്യ സംസ്കാരങ്ങളെ അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്ന അത്തരം മുസ്ലിം നാമധാരികളുണ്ട്. അങ്ങനെയുള്ള ഒരു മുസ്ലിം അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ആനുകൂല്യങ്ങളെ മാത്രം പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, വിവാഹം വരുമ്പോൾ ഇസ്ലാമിൻ്റെ മത ആചാരങ്ങൾ എന്താണോ അത് പാലിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ത്വലാഖിൻ്റെ രംഗം വരുമ്പോൾ മാത്രം അവിടുന്ന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന മുസ്ലിം നാമധാരികൾ. എന്നാൽ അവർക്ക് നമസ്കാരമില്ല, അവർ പള്ളിയിൽ കയറുന്നില്ല, അവർ മറ്റു ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറി ഞാനൊരു മുസ്ലിമാണ് എന്ന് സമൂഹം എന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറുന്ന മുസ്ലിമീങ്ങളുണ്ട്. തൻ്റെ വീട്ടിലൊരു മരണം വരുമ്പോൾ അവിടെ മാത്രം ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ കൃത്യമായി പാലിക്കുകയും അല്ലാത്ത സമയത്ത് ഇസ്ലാമിൻ്റെ ആചാരങ്ങളോട് അന്യം നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അതായത് ഈമാനില്ലാത്ത, ഈമാൻ ദുർബലപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ. ഇത്തരം മുസ്ലിമീങ്ങളാകണം, ഇത്തരം
മുസ്ലിമീങ്ങൾ ഒരു നിലക്കും നമ്മളാകാൻ പാടില്ല. നേരെ മറിച്ച് മൂന്നാമത്തെ ഒരു വിഭാഗം യഥാർത്ഥ വിശ്വാസം അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളാകാനാണ് പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാകേണ്ടത്. ഏതു പ്രതിസന്ധിയിലും ഇസ്ലാമിൻ്റെ തനതായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അത് സമൂഹം എങ്ങനെ വിലയിരുത്തിയാലും ശരി, സമൂഹത്തിൽ എന്തു തന്നെ മാറ്റങ്ങൾ വന്നാലും ശരി, ഇവിടെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ആശയാദർശങ്ങൾ അത് മുറുകെ പിടിച്ച് അതിൻ്റെ ഷിആറുകൾ അത് ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില ഓഫറുകളുണ്ട്. സൂറത്തു നൂറിലെ 55-ാമത്തെ വചനത്തിൽ പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാതി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീന ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ഏതെങ്കിലും തോന്നുമ്പോൾ പള്ളിയിൽ കയറുന്ന, അതേപോലെ തന്നെ പെരുന്നാളിൽ മാത്രം നമസ്കരിക്കുന്ന, വെള്ളിയാഴ്ച മാത്രം നമസ്കരിക്കുന്ന, തനിക്ക് വേണ്ട ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ മാത്രം ചെയ്ത് ബാക്കിയുള്ളതിനോടെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്ന, അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കല്ല, കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും നാം പ്രാതിനിധ്യം നൽകുമെന്ന് അള്ളാഹ് നൽകുന്ന വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ വെച്ചു നീട്ടുന്ന വാഗ്ദാനങ്ങളല്ല. തൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി, തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ആളുകൾ വെച്ചു നീട്ടുന്ന തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. നേരെ മറിച്ച് നടപ്പിലാക്കും എന്ന് പറയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന വാഗ്ദാനമാണ്. അതേപോലെ തന്നെ റബ്ബ് പറയുന്നു, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും, അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകിയിട്ടുള്ള ദീനിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങൾക്ക് പിന്നെ പേടിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിർഭയത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്ന കണ്ടീഷൻ അത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. എന്താണ്? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കുക. ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നിൽ യാതൊരു നിലക്കും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശ്വാസം ക്ലിയർ ആണോ? തൗഹീദ് ക്ലിയർ ആണോ? അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണോ? ഈ പേടിപ്പെരുത്തലുകളൊക്കെ അവസാനിക്കും. പ്രിയമുള്ളവരെ, നിർഭയത്വമുള്ള ഇസ്സത്തുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ കളങ്കം സംഭവിക്കാതെ, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു വരാതെ, അതേപോലെ തന്നെ അത്തരം ബിദ്അത്തുകളും അത്തരം കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, റബ്ബിന്റെ സഹായമുണ്ടാകും. അതാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടുന്ന് തന്നിൽ വിശ്വസിച്ച ആളുകളെയും കൊണ്ടിട്ട് നാട് കടക്കുന്ന സാഹചര്യത്തിൽ നോക്കൂ നിങ്ങൾ, ഫിർഔനും കൂട്ടരും വരുന്ന ആ ഒരു സാഹചര്യത്തിൽ മുന്നിൽ സമുദ്രവും പിന്നിൽ ഫിർഔനും കൂട്ടരും നിൽക്കുന്ന ആ ഒരു സമയത്ത് ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മൂസ നബി അലൈഹിസ്സലാമയുടെ ആളുകൾ പറഞ്ഞു, നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മുന്നിൽ സമുദ്രമാണ്, പിന്നിൽ ഫിർഔനാണ്. ഇനി ഫിർഔനിന് കീഴടങ്ങുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല, ഫിർഔനിന്റെ അക്രമത്തിന് വിധേയമാകുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് വിശ്വാസം നൽകുന്ന നിർഭയത്വം പ്രിയമുള്ളവരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കല്ല, അല്ല കേട്ടോ. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആ വഴി അത് കൃത്യമായി കാണിച്ചു കൊടുത്ത് അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമയും തന്നിൽ വിശ്വസിച്ച ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അതായിരുന്നു വിശ്വാസം എന്ന് പറയുന്നത്. ഏതു പ്രതിസന്ധിയിലും എനിക്ക് താങ്ങായി, എനിക്ക് തണലായി എൻ്റെ റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം അതുണ്ടോ പ്രിയമുള്ളവരെ നമുക്ക്? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർഭയത്വമുള്ള ഒരു ജീവിതം നമുക്ക് നൽകുമെന്നുള്ളത് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അമ്പിയാക്കന്മാരുടെ
ജീവിതങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം ക്ലിയറാക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുക എങ്കിൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുത്ത് നൽകും, അതിന് ഉറപ്പ് നൽകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. എന്തു വേണം? നിങ്ങൾ റബ്ബിനെ സഹായിക്കാൻ തയ്യാറാകണം. എങ്ങനെ പ്രിയമുള്ളവരെ റബ്ബിനെ സഹായിക്കുക? നമ്മൾ പഠിച്ച ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതിൻ്റെ പേരിൽ എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും അത് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. നമ്മൾ അറിഞ്ഞിട്ടുള്ള ഹഖ്, നമ്മൾ പഠിച്ചിട്ടുള്ള തൗഹീദ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് കൃത്യമായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, ദഅവത്ത് ഏറ്റെടുക്കാൻ, നമ്മൾ പഠിച്ച ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ നിങ്ങൾ, 23 കൊല്ലക്കാലം കൊണ്ട് പ്രതിസന്ധികൾ എമ്പാടും ഉണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. എന്നാൽ അതിൽ നിന്നൊന്നും പ്രതിസന്ധികൾ പറഞ്ഞിരിക്കാതെ തൻ്റെ ഉത്തരവാദിത്തങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോയപ്പോൾ പ്രിയമുള്ളവരെ, സുന്ദരമായ ഒരു ജീവിതമായിരുന്നു മദീന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒറ്റക്കിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത, അതല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് തനിക്കെതിരെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തന്നെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കൃത്യമായി തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങി. തന്നിൽ വിശ്വസിച്ച ആളുകൾ അതിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല. എന്തു പ്രതിസന്ധി വന്നാലും ശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി സഹാബാക്കൾ മുന്നോട്ട് പോയപ്പോൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകൾക്കും അടി കിട്ടിയിട്ടുണ്ട്, അവരുടെ ബോധം പോയിട്ടുണ്ട്, അവരൊരുപാട് സമയങ്ങൾ പ്രയാസപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ കൈകൾ നഷ്ടപ്പെട്ടവരുണ്ടായിട്ടുണ്ട്, തൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടവരുണ്ടായിട്ടുണ്ട്, തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുമായി അവർ മുന്നോട്ട് പോയപ്പോൾ പ്രിയമുള്ളവരെ, ബോധം കെട്ട് വീണ മസ്ജിദുൽ ഹറാമിന്റെ മുന്നിൽ ബോധം കെട്ട് വീണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായ ചരിത്രമാണ് നമ്മൾ വായിച്ചെടുത്തത്. അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ നമുക്കെമ്പാടും നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ഇറങ്ങാൻ തയ്യാറാണോ? അള്ളാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളതിനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും റബ്ബിൻ്റെ ദീനിനെ സഹായിക്കാൻ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ വാഹകരായി മാറാൻ നമ്മൾ തയ്യാറാകുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞിരിക്കാതെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകാനും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും മുറുകെ പിടിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. والسلام عليكم ورحمة الله وبركاته.